വാട്സപ്പ് ഡിഫൻഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് മുതൽ എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് നമ്മളെ ഫയല് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, സെറ്റപ്പ് ഫയൽ. അതിനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മളെ പ്രോപ്പർ ഇൻസ്റ്റാളേഷനാണ്. ഫുൾ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഡിഫൻഡർ എന്നടിച്ച് സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇനി ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടും. ഈ ഒരു കോഡ് നമുക്ക് അയച്ചു തരണം. എൻ്റെ ബിസിനസ് നമ്മളെ നമ്പറിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലത്തിൽ നമ്പർ ഉണ്ടാവും, അതിൽ അയച്ചു തരാം. അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും നിങ്ങൾക്ക് കീ ജനറേറ്റ് ചെയ്ത് തരാം. ഓക്കെ, കീ നമ്മളിവിടെ 1 ഇയറിലേക്കുള്ള കീ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കീ ജെൻ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. അത് അഡ്മിൻ പാനലാണ്. ഓക്കെ, അപ്പം കീ ജനറേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ലോഗിൻ ചെയ്യുന്ന ഫസ്റ്റ് ക്ലിക്ക് ടു ഇനീഷ്യേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പം നിങ്ങളുടെ വാട്സപ്പിൽ ലിങ്ക്ഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ലിങ്ക് വിത്ത് ഫോൺ നമ്പറോ ഏത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ ലോഡിങ് യുവർ ചാറ്റ്സ് എന്നില്ല. അപ്പോൾ അവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇനീഷ്യലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ ഇനീഷ്യലൈസിൽ ആ ഒരു ഗ്രീൻ കളർ ആയിക്കഴിഞ്ഞാലാണ് ഇത് ഓക്കെ ആവുക. ഓക്കെ, അതായത് ഗ്രീൻ കളർ ആയിരിക്കണം ഈ ഒരു ഇനീഷ്യലൈസ്. നെക്സ്റ്റ് സ്കാൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങളെ വാട്സപ്പിൻ്റെ ഡാറ്റ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുണ്ടാവും ഈ സ്കാൻ നൗ പെട്ടെന്ന് കഴിയുന്നത്. കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും ടോട്ടൽ നമ്പർ ഓഫ് ചാറ്റ്സ്, നോട്ട് ഇൻട്രസ്റ്റഡ് ചാറ്റ്സ്, അൺസേവ്ഡ് ചാറ്റ്സ്, ടോട്ടൽ ചാറ്റ് കൗണ്ട് കാണിക്കും, പിന്നെ ടോട്ടൽ കോണ്ടാക്ട് ലിസ്റ്റ് കൗണ്ട് കാണിക്കും, പിന്നെ അക്കൗണ്ടിൻ്റെ പഴക്കം ഓൾഡ്നെസ് കാണിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇതിലെത്രത്തോളം ഉണ്ട് അതിൻ്റെ സ്ട്രോങ്നെസ് കാണിക്കും, ഗ്രൂപ്പ് ആക്ടിവിറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതിലെല്ലാത്തിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പിനെ പറ്റിയ ആ സ്ട്രെങ്ത്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 43% ആണ്, ഗുഡാണ്. നിങ്ങൾക്ക് ഡാറ്റ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഗുഡ് ആയതുകൊണ്ട് നമുക്ക് ബൾക്ക് സെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സജഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സജഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ളത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ള കാര്യം ഇതിപ്പം ഗുഡ് ആയതുകൊണ്ടാണ് വാട്സപ്പ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക ഇതാക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡാറ്റ ഇപ്പം എക്സലിൽ നിങ്ങൾ എക്സലല്ല നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സജഷൻസും കാര്യങ്ങളെല്ലാം ഡാറ്റ ഉണ്ട്. ഇപ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ചാറ്റ്സ് ആരൊക്കെയാണ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള നമ്പർ അടക്കം അതിൽ വീക്കാണ്. അപ്പം 22% മാത്രമേ ഉള്ളൂ. നമ്പേഴ്സ് അടക്കം അതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ. അതേപോലെ ടോട്ടൽ അൺസേവ്ഡ് ചാറ്റ്സ് അതും വീക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് നോക്കി അതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ ബാൻ ഇഷ്യൂവിനെ പേടിക്കേ വേണ്ട. ഓക്കെ, അപ്പം ബാൻ ഇഷ്യൂവിനെ പേടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാട്സപ്പ് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം വീക്കായിട്ടുള്ളതൊക്കെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. വീക്കായിപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സെൻഡ് മെസ്സേജ് ബൈ 5 മെമ്പേഴ്സ്, അതായത് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജുകൾ അയച്ചിട്ട് ആക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സജഷൻസിൽ ഉള്ളത് തന്നെയാണ്. അതിപ്പോൾ നമുക്ക് എക്സ്പോർട്ടിങ് ഓപ്ഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫയലിൽ എക്സ്പോർട്ടിംഗ് ആയിട്ട് സെപ്പറേറ്റ്ലി ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ടായിട്ട് 1 ഫയലായിട്ട് കിട്ടും. ഇത് 1 ഇയറിലോട്ടാണ് WSN നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. നിങ്ങൾക്ക് അത്രയും ഒരു ഓഫർ പ്രൈസിലായിരിക്കും ഈ ഒരു ഇത് കിട്ടുന്നുണ്ടാവുക. റിയൽ പ്രൈസ് ഏകദേശം $20 ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം.